അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഖാല അല്ലാഹു തആല ഫിൽ ഖുർആനിൽ മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون صدق الله العظيم. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 182 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളത്. അവിടെ തന്നെ അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുത്തിബ അലൈക്കുമുൽ ഖിസാസ്. അതിനുശേഷം പിന്നെ വസിയത്ത് നിയമത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ പറയുന്ന നിയമം നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ളതാണ്, നമ്മളൊക്കെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. മറ്റേ രണ്ട് നിയമത്തെ സംബന്ധിച്ചും നമുക്ക് അത്രത്തോളം പരിചയം ഉണ്ടായിരുന്നില്ല. പ്രാവർത്തികമാക്കാൻ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ളതാണ് എന്നുള്ള ഒരു ബോധം പോലും നമുക്ക് വേണ്ടത്ര ഉണ്ടായിരുന്നിട്ടില്ലാത്ത, അങ്ങനെയൊക്കെ ആയിപ്പോയതാണ് സംഗതി വശാൽ രണ്ട് നിയമങ്ങൾ. അപ്പൊ വസിയത്ത് നിയമത്തെക്കുറിച്ച് പറഞ്ഞത് കേൾക്കാത്തവര് ഒന്നുകൂടി കേൾക്കണം, ആ ക്ലാസ്സിന് വരാത്ത ആൾക്കാർ. സലാം. അതിന്റെ വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് ഉണ്ടാവുന്നാ പറയുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിനുശേഷമുള്ള ഈ നിയമം നമുക്ക് വളരെ പരിചയമുള്ള നിയമമാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, കുത്തിബ നിങ്ങൾക്ക്, കുത്തിബ നിയമമാക്കിയിരിക്കുന്നു, അലൈക്കും നിങ്ങൾക്ക്, നിങ്ങളുടെ മേൽ നിയമമാക്കിയിരിക്കുന്നു. അസ്വിയാം, സൗം, സിയാം നോമ്പ്, വ്രതം, വ്രതാനുഷ്ഠാനം. കമാ കുത്തിബ, ക എന്ന് പറഞ്ഞാൽ പോലെ എന്നാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത
അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. നമ്മൾ സാധാരണ എല്ലാ സ്വലാത്തിലും നമസ്കാരത്തിലും ചൊല്ലുന്ന സ്വലാത്താണ് അല്ലെ, നബിയുടെ മേലുള്ള സ്വലാത്ത്, ഇബ്രാഹിമിയ സ്വലാത്ത്. ക പോലെ. അപ്പോൾ ഖമാ കുതിബ നിയമമാക്കിയതുപോലെ അലല്ലദീന മിൻ ഖബ്ലിക്കും, ഖബൽ മുമ്പ്, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേൽ നിർബന്ധമാക്കിയതുപോലെ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ ഉള്ളവരാകാൻ, ഭക്തി പുലർത്തുന്നവരാകാൻ, മുത്തഖീങ്ങളാകാൻ. അയ്യാമൻ മഅദൂദാത്ത്, അയ്യാം യൗമ്, അയ്യാം ദിവസങ്ങൾ, മഅദൂദാത്ത് എണ്ണപ്പെട്ട. ഫമൻ കാന മിൻകും, അപ്പോൾ അങ്ങനെ, മൻ ആര്, കാന ആയി, മിൻകും നിങ്ങളിൽ, ഫമൻ കാന മിൻകും നിങ്ങളിൽ വല്ലവരുമായാൽ, മരീളൻ രോഗി, ഔ അലാ സഫരിൻ, ഔ അല്ലെങ്കിൽ, അലാ സഫരിൻ യാത്രയിൽ, ഫഇദ്ദത്തുൻ ഇദ്ദത്ത് എണ്ണം, ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ, മിൻ ഇൽ നിന്ന്, അയ്യാം ദിവസങ്ങൾ, ഉഖർ മറ്റേത് വേറെ. വഅലല്ലദീന ഒരു കൂട്ടരുടെ മേലുണ്ട്, യുതീഖൂനഹു അവർക്കത് പ്രയാസപ്പെട്ടുകൊണ്ട് സാധിക്കും, ഫിദിയ, ഫിദിയ പ്രായശ്ചിത്തം. തആമു മിസ്കീൻ, തആം ഭക്ഷണം, മിസ്കീൻ അഗതി. ഫമൻ അപ്പോൾ ആര്, തതവ്വഅ, തതവ്വഅ സ്വന്തം ഇഷ്ടം പോലെ, വോളണ്ടിയറി, സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്താൽ, എന്ത് ചെയ്താൽ, ഖൈറൻ കൂടുതൽ നന്മ, ഫഹുവ ഖൈറുൻ ലഹു, ഫഹുവ അപ്പോൾ ഹുവ അവന്, ഖൈറുൻ ലഹു അവൻ അത് ഉത്തമമാണ്, ഫഹുവ അത് അപ്പോൾ അത്, ഖൈറുൻ ലഹു അവന് ഉത്തമമാണ്. വഅൻ തസൂമു ആരെങ്കിലും നോമ്പ് നോറ്റാൽ, ആരെങ്കിലും നോമ്പെടുത്താൽ, ഖൈറുൽ ലക്കും അതാണ് നിങ്ങൾക്ക് നല്ലത്, ഇൻ കുൻതും തഅലമൂൻ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. ഷഹർ മാസം, ഷഹർ എന്ന് പറഞ്ഞാൽ മാസം, സനത്ത് എന്ന് പറഞ്ഞാൽ കൊല്ലം, യൗമ് എന്ന് പറഞ്ഞാൽ ദിവസം അല്ലേ, വഖ്ത് എന്ന് പറഞ്ഞാൽ സമയം. ഷഹ്റു റമദാൻ, റമദാൻ മാസം, അല്ലദീ എങ്ങനെയുള്ളത്, ഉൻസില ഇറക്കപ്പെട്ടിരിക്കുന്നു, ഫീഹി അതിൽ, അൽ ഖുർആൻ ഖുർആൻ ഇറക്കപ്പെട്ടിരിക്കുന്നു. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസം അതിൽ ഖുർആൻ ഇറക്കപ്പെട്ടിരിക്കുന്നു. ഹുദൻ സന്മാർഗം, ഹുദൻ സന്മാർഗം, ലിന്നാസ് ജനങ്ങൾക്ക്, വബയ്യിനാത്ത് ബയ്യിനാത്ത് വിശദീകരണം, വിവരണം, മിനൽ ഹുദാ നേർവഴിയിൽ നിന്ന്, സന്മാർഗത്തിന്റെ, വൽ ഫുർഖാൻ ഉരകല്ല്, സത്യവും അസത്യവും തമ്മിൽ ഉരച്ചു നോക്കി വേർതിരിക്കുന്ന ഉരകല്ല്. ഫമൻ ഷഹിദ ആരെങ്കിലും സന്നിഹിതനായാൽ, സാക്ഷിയായാൽ, മിൻകും നിങ്ങളിൽ നിന്ന്, അശ്ശഹർ ആ മാസത്തിന്, ഫൽയസും ആ മാസം നിങ്ങൾ എന്ത് ചെയ്യണം, ഫൽയസും വ്രതമനുഷ്ഠിക്കണം. വമൻ കാന ആരെങ്കിലും ആയാൽ, മരീദൻ രോഗിയായാൽ, ഔ അലാ സഫരിൻ അല്ലെങ്കിൽ യാത്രയിലായാൽ, ഫഇദ്ദ അത്രയും എണ്ണം, മിൻ അയ്യാമിൻ ഉഖർ വേറെ ദിവസങ്ങളിൽ. യുരീദുല്ലാഹു അല്ലാഹു ഉദ്ദേശിക്കുന്നു,
ബിക്കും നിങ്ങൾക്ക് അൽ യുസ്റ എളുപ്പം ഉദ്ദേശിക്കുന്നു, വലാ യുരീദു അവൻ ഉദ്ദേശിക്കുന്നില്ല, ബിക്കും നിങ്ങൾക്ക് അൽ ഉസ്ർ പ്രയാസം. യുസ്ർ എന്ന് പറയാനാണോ ഉസ്ർ എന്ന് പറയാനാണോ എളുപ്പം? പറയാൻ എളുപ്പം ഏതാ? യുസ്ർ. അതിന്റെ അർത്ഥം എളുപ്പം എന്നാണ്. ഉസ്ർ ഉസ്ർ പ്രയാസല്ലേ? അതിന്റെ അർത്ഥം പ്രയാസം എന്നാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. അപ്പൊ വാക്കർത്തൊക്കെ പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. യുസ്ർ ആശ്വാസം, വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ പ്രയാസം, വലിതുക്മിലൂ നിങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി, വലിതുക്മിലൂ നിങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി, അൽ ഇദ്ദ എണ്ണം, വലിതുകബ്ബിറുല്ലാഹ നിങ്ങൾ അല്ലാഹുവിനെ മഹത്വപ്പെടുത്താനും, അലാമാ ഹദാക്കും നിങ്ങളെ നേർമാർഗത്തിലാക്കിയതിന്, വലഅല്ലക്കും തഷ്കുറൂൻ നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയും. ഇതാണ് വാക്കർത്ത്. ഇനി നമുക്ക് ബാക്കി ആശയങ്ങളിലേക്ക് പോകാം. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു, നിർബന്ധമാക്കിയിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് നോമ്പാണ്. നോമ്പിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. സൗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ നോമ്പ്? നോമ്പ് നോൽക്കാറില്ലേ? അങ്ങനെ ചോദിക്കുമ്പോൾ സംശയമാണ് അല്ലേ? എന്തോ ഒരു കെണി ഉണ്ടോ അതിന്റെ പിന്നിൽ. കുത്തിബ അലൈക്കുമുസ്സിയാം നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഇത് ചോദിക്കണം ശരിക്കും. കാരണം ഇതിന്റെ മുമ്പ് പറഞ്ഞ 2 കുത്തിബയും നമ്മളെത്തില്ലല്ലോ. ഇതിന്റെ മുമ്പ് പറഞ്ഞ 2 കുത്തിബയും ഇല്ലാത്തവരോട് വേറൊരു കുത്തിബ പറയുമ്പോ അതുണ്ടോ എന്ന് ചോദിക്കണതിൽ വിഷമമൊന്നുമില്ല. കാരണം ഈ കുത്തിബ അലൈക്കുമുസ്സിയാം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് നോമ്പ് നോൽക്കുന്നത് എങ്കിൽ കുത്തിബ അലൈക്കുമുൽ ഖിസാസ് അവിടെ കിടക്കുന്നുണ്ടല്ലോ. അതിന്റെ ശേഷം വന്ന വസിയത്തും അവിടെ കിടക്കുന്നുണ്ടല്ലോ. ഇവിടെ ഒരു കുത്തിബ പറഞ്ഞതുകൊണ്ട് മാത്രം അങ്ങനെ ചെയ്യേണ്ടതില്ല. അപ്പൊ നമ്മൾ പിന്നെ നോമ്പ് നോൽക്കുന്നത് ഒരു ശീലം കൊണ്ടാ. ശീലം കൊണ്ട് നോമ്പ് പറ്റുകൊണ്ട് കൂലിറ്റൂല. തടി കുറയ്ക്കാനാ? തടി കുറക്കാൻ നോമ്പ് പറ്റിയിട്ടും കാര്യമില്ല. അള്ള കൽപ്പിച്ചിട്ടാണ് നോമ്പ് നോൽക്കുന്നത്. അള്ള തന്നെയാണല്ലോ മറ്റതൊക്കെ കൽപ്പിച്ചത്. അതുകൊണ്ടാണ് കുത്തിബ എന്ന് പറഞ്ഞിട്ടും പിന്നെയും നമ്മൾ ചോദിച്ചു പോകുന്നത് എന്ത്, ശരിക്കും നോമ്പ് നോൽക്കലുണ്ടോ? ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നിങ്ങൾക്ക് മാത്രമുള്ള ഒരു പുതിയ നിയമമൊന്നുമല്ല. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നോമ്പുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നോമ്പുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രമുള്ള ഒരു പുതിയ, ഇത് യഥാർത്ഥത്തിൽ ഒരു പുതിയ ദീനല്ല. എന്താ പറഞ്ഞത്? പുതിയ ദീനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മക്കയിലുണ്ടായിരുന്ന ഖുറൈശികൾ പറഞ്ഞു, ഓൻ പുത്തൻവാദിയാണ്, പുതിയ കുറെ സംഗതിയായിട്ട് വന്നിരിക്കണ്. അപ്പൊ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നിങ്ങളെ കയ്യിലുള്ള എന്താ? ഞങ്ങൾ ഇബ്രാഹിമിന്റെ ആൾക്കാരാ, നിങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്തിലേക്ക് വരൂ, ഇത്രേ ഞാൻ പറയണുള്ളൂ. നിങ്ങൾക്ക് ഞാൻ ഒരു പുതിയതും കൊണ്ടുവന്നിട്ടില്ല. മുമ്പ് കഴിഞ്ഞ പ്രവാചകന്മാർ പറഞ്ഞതെന്താണോ അതല്ലാത്തതൊന്നും എനിക്ക് പറയാനില്ല. അപ്പൊ ദീൻ എന്നുള്ള നിലയിൽ ഇത് പുതിയതല്ല. ദീൻ എന്നുള്ള നിലയിൽ ഇത് പുതിയതല്ല. മുഹമ്മദ് നബി ഇസ്ലാം മതം സ്ഥാപിച്ചു എന്ന് പല ടെക്സ്റ്റ് ബുക്കിലും കാണുന്നുണ്ട്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച ദീൻ അല്ല ഇസ്ലാം, അല്ലേ? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇസ്ലാം എന്നത് അല്ലാഹു തആല നമുക്ക് വേണ്ടി അറിയിച്ചു തന്ന ദീനാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്നതാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടിയിട്ട് സംഭവിച്ചത്. അപ്പൊ ദീൻ എന്ന് പറയുന്നത് മുമ്പേ ഉണ്ട്. ആദം അലൈഹിസ്സലാം അള്ളാഹിന്റെ ദീനിലായിരുന്നു, അല്ലേ? ആണോ? അല്ലേ? ആണ്. അപ്പോൾ ഒരു ബിബ്ലിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ മോശസും അബ്രഹാമും യേശുവും ഒക്കെ അള്ളാഹുവിൻ്റെ ദീനിലായിരുന്നു, അല്ലേ? ആണ്. അതിനെയാണ് ഇബ്രാഹിം, മൂസ, ഈസ അലൈഹിമുസ്സലാം എന്ന് നമ്മൾ അറബിയിൽ പറയണത്. അതിനെയാണ് ബൈബിളിൻ്റെ ഭാഷയിൽ അബ്രഹാം, മോശെ, യേശു എന്നൊക്കെ പറയുന്നത്. അവരൊക്കെ ദീനിലായിരുന്നു. ദീൻ എന്ന് പറയുന്നത് ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ എന്ന് ഖുർആനിൽ 2 സ്ഥലത്ത് പറഞ്ഞു. വേറൊരു സ്ഥലത്ത് പറഞ്ഞത് ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വകഫാ ബില്ലാഹി ഷഹീദാ. ഇങ്ങനെ ഒരു സ്ഥലത്ത് വേറെയും പറഞ്ഞു. ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിന് നൽകിയ പേരാണ്. ആ പേര് അറബി ഭാഷയാണ്. അറബി ഭാഷ സംസാരിക്കുന്നവരാണ് ഇസ്ലാം എന്ന് പറയാൻ. അറബി അല്ലാത്ത ഭാഷ സംസാരിക്കുന്നവര് അവരുടേതായ ഒരു ഭാഷയിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇപ്പൊ നമ്മള് അസ്സലാം എന്ന് പറയുന്നതിനാണ് അവര് ഷാലോം എന്ന് പറയുന്നത്, അല്ലേ? ഇലാഹ് എന്നതാണ് അലോഹി എന്നൊക്കെ പറയുന്നത്. ഭാഷ ആ ഭാഷയിൽ അള്ളാഹുവിന്റെ ദീനിന് പറയുന്ന പേരാണ് ഇസ്ലാം. മുസ്ലിം ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ, നിങ്ങൾക്ക് മുസ്ലിങ്ങൾ എന്ന് പേരിട്ടത് അള്ളാഹുവാണ്. മിൻ ഖബ്ലു വഫീ ഹാദാ, മുമ്പും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ മുൻ പ്രവാചകന്മാരുടെ മുൻഗാമികളുടെ കാലത്തും ഇത് ഇസ്ലാം തന്നെയാണ്, മുസ്ലിം തന്നെയാണ്. പക്ഷേ അറബിയിലാണ് ഇസ്ലാം എന്നും മുസ്ലിം എന്നൊക്കെ പറയാം. അറബി അല്ലാത്തൊരു ഭാഷയുള്ള കാലത്ത് അതായിരിക്കും പറയാം. ഇപ്പം എല്ലാ കാലത്തും ഇസ്ലാം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, ആദം നബി ഇസ്ലാമിലേക്കാണ് ആളെ ക്ഷണിച്ചത്. ഇസ്ലാം അനുസരിച്ചാണ് ജീവിച്ചത്. നൂഹ് നബി ഇസ്ലാമിലേക്കാണ് ക്ഷണിച്ചത്. എല്ലാവരും ക്ഷണിച്ച ദീൻ ഒന്ന് തന്നെയാണ്. അതെ, പക്ഷെ അറബി ആയിക്കൊള്ളണമെന്നില്ല. ഭാഷ എന്താണ്? അറബി ഭാഷ ആരംഭിച്ചത് മുതൽ ആണല്ലോ അറബിയിൽ പറയാൻ പറ്റുള്ളൂ. അതെ, അപ്പൊ അതിൻ്റെ ഒരു ചരിത്രം പരിഗണിച്ച് ഇപ്പൊ ഈസാ അലൈഹിസ്സലാം സംസാരിച്ചത് അരാമിക് ഭാഷയിലാണ്. അറബിയുമായിട്ട് അതിന് വലിയ സാദൃശ്യമൊക്കെ ഉണ്ട്. അപ്പോൾ അരാമിക് ഭാഷ ഇന്ന് നിലവിലില്ല അങ്ങനെ കാര്യമായിട്ട്. പിന്നെ അത് ഹിബ്രുവിലേക്ക് മാറി. ഇന്നും അവര് ക്രിസ്ത്യൻ പുരോഹിതന്മാരൊക്കെ ഹിബ്രു പഠിക്കും. ജൂതന്മാർ ഹിബ്രു ഭാഷയിലാണ് അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഹിബ്രു ഭാഷയിൽ ആണ് മൂസാ നബിയോ ഈസാ നബിയോ ഒക്കെ സംസാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ സാധനം ഒന്ന് തന്നെയാണ്. ദീൻ എന്ന് പറയുന്ന നിലക്ക് ഒന്ന് തന്നെയാണ്. പക്ഷെ ശരീഅത്ത് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ സാധാരണ ഇതൊക്കെ പര്യായപദങ്ങളായിട്ടാണ് പറയാം. ശരീഅത്ത് നിയമമൊന്നും കേട്ടില്ല നിങ്ങള്? നമ്മൾ ബോക്സും പെട്ടി എന്നൊക്കെ പറയണ മാതിരിയാണ്. പോസ്റ്റും കാല് മാനാഞ്ചിറക്കുളം എന്നൊക്കെ പറയണ മാതിരിയാണ് ശരീഅത്ത് നിയമം എന്ന് പറയാം. കാരണം ശരീഅത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നിയമമാണ്. അപ്പോൾ ശരീഅ മാറും. വേഗം മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ആദം നബിന്റെ മക്കൾക്ക് തമ്മിൽ കല്യാണം കഴിക്കാൻ പറ്റൂലേ? പക്ഷേ ഒരു പ്രസവത്തിലുള്ള കുട്ടി അടുത്ത പ്രസവത്തിലുള്ള കുട്ടിനെ കെട്ടാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഒരേ പ്രസവത്തിൽ ഇരട്ടകളാണ്, ഒരേ പ്രസവത്തിലുള്ളതിനെ കെട്ടരുത് എന്നാണ്. അതിനാണല്ലോ കൊലപാതകമൊക്കെ നടത്തിയത്. ഇന്നും ഒരേ പ്രസവത്തിലത്തെ പറ്റൂല എന്നുള്ളൂ? അല്ല, തീരെ പറ്റൂല. അപ്പൊ അന്നത്തെ ശരിയ അനുസരിച്ച്
അന്നത് പറ്റും. എന്തുകൊണ്ട് പറ്റും? അന്ന് അങ്ങനെ അല്ലാണ്ട് പറ്റൂല. എന്നാ പിന്നെ ആദം നബീന്റെ മക്കള് വേറെ ആളെ പോയിട്ട് കല്യാണം കഴിക്കാൻ വേറെ മനുഷ്യന്മാരില്ലല്ലോ. അതാണ് ദീനിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി. പരിശുദ്ധ ദീനുൽ ഇസ്ലാം കാലത്തിനനുസരിച്ചാണ് നിയമം. പക്ഷെ ആദം നബിയുടെ കാലത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് മാറ്റല്ല, ഇബ്രാഹിം നബിയുടെ കാലത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് മാറ്റല്ല, മുഹമ്മദ് നബിയുടെ കാലത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് മാറ്റല്ല അലൈഹിമുസ്സലാം, നമ്മളെ കാലത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് മാറ്റല്ല. അപ്പൊ ദീൻ ഒന്ന് തന്നെയാണ്, ശരീഅത്തിൽ മാറ്റം ഉണ്ടാവും. ഈ ശരീഅത്തിലെ മാറ്റം ഇപ്പൊ നോമ്പ്, കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, എല്ലാ സമൂഹങ്ങൾക്കും നോമ്പുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ സുബൈ മുതൽ മഗ്രിബ് വരെ അന്നപാനീയങ്ങളും ലൈംഗിക കാര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ച്, നമ്മളെ നോമ്പിനെ കുറിച്ച് നമ്മളെ സഹോദര സമുദായങ്ങൾ പറയുന്നത് ഇത് കഠിനവ്രതാണ് എന്നാണ്. കഠിനവ്രതം, ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാതെയുള്ള നോമ്പ്. ഓ എങ്ങനെ ഇത് എന്നൊക്കെ ചോദിക്കണത്. നമ്മക്കിങ്ങനെ അല്ലാത്തൊരു നോമ്പിനെ പറ്റി ആലോചിക്കാൻ തന്നെ കഴിയണില്ല അല്ലേ. ഇറച്ചിയും മീനും കൂട്ടാണ്ടിരിക്കുക, സാമ്പാറും തൈര് സാധനമൊക്കെ അടിക്കുക. അപ്പൊ നമുക്ക് തോന്നും അങ്ങനെ ഇപ്പൊ നമുക്ക് എല്ലാ ദിവസവും നോമ്പ് പറ്റൂടെ. പക്ഷെ അവരുടെ ഒരു നോമ്പ് അങ്ങനെയാണ്. അതേപോലെ അപ്പൊ അവരുടെ നോമ്പ് മഗ്‌രിബിന് തീരൂല അല്ലേ. പിന്നെ ഈ ക്രൈസ്തവരൊക്കെ 40 നോമ്പുണ്ട്, 50 നോമ്പ്, അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ നമുക്ക് തോന്നും 50 100 വെച്ചൂടെ. കാരണം എന്താ, ചില സാധനങ്ങളാണ് പറ്റാത്തത്. ഇഷ്ടമുള്ളത് ഒഴിവാക്കുക. ഒരണക്കിന് നമ്മളെ സംബന്ധിച്ച് അപ്പൊ ശരി തന്നെയാണ്, നമുക്ക് എല്ലാം ഇഷ്ടമാണല്ലോ, തിന്നലും കുടിക്കലൊക്കെ ഇഷ്ടമാണല്ലോ. അപ്പൊ ഇതിനെ പറ്റി അവർ പറയുന്നത് കഠിനവ്രതം എന്നാണ്. അപ്പൊ അവരുടെ നോമ്പ് എന്തേ അങ്ങനെ എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ അവരുടെ ശരീരത്തിലുള്ള നോമ്പ് നമ്മുടെ ശരീരത്തിലുള്ള നോമ്പ് പോലെ ആവണമെന്നില്ല. നമ്മുടെ നിസ്കാരം പോലെ തന്നെ 5 വക്ത് നിസ്കാരം ഇതേപോലെ തന്നെ അല്ല. അതിന് മുമ്പുള്ള നിസ്കാരം, സ്വലാത്തുണ്ട്, സ്വലാത്തും സിയാമും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ വിശദാംശങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും ഓരോ ശരീഅത്തിനനുസരിച്ച്. ഇപ്പോ മറിയം റളിയല്ലാഹു അൻഹയോട് അള്ളാഹു പറഞ്ഞല്ലോ, എന്നോട് വന്നിട്ട് ഓരോരുത്തരിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിനക്ക് നോമ്പാണ് എന്ന് പറഞ്ഞേക്ക്, മിണ്ടണ്ട. അപ്പൊ ആ നോമ്പായ മിണ്ടണേനെന്താ? അതെ, അത് മിണ്ടണ്ടാത്ത നോമ്പാണ്, അത് മൗനവ്രതമാണ്. അത് നമ്മളെ ശരീരത്തിലില്ല. നമ്മുടെ ശരീരത്തിൽ മൗനവ്രതം ഇല്ല. പക്ഷെ അന്ന് മൗനവ്രതാണെന്ന് ഇപ്പൊ ആംഗ്യം കാണിച്ചിട്ടുണ്ടാവും, മൗനവ്രതാണ്, മിണ്ടാൻ പറ്റൂല. എന്നിട്ട് പിന്നെ തൊട്ടിലുള്ള കുട്ടിയാണ് പിന്നെ സംസാരിച്ചത് അല്ലേ. അപ്പൊ ആ മൗനവ്രതം നമ്മളെ ശരീരത്തിലില്ല. അപ്പൊ ശരീഅത്തുകൾ മാറും, പക്ഷേ ദീൻ മാറുകയില്ല. അപ്പൊ ദീനും ശരീഅത്തും തമ്മിൽ എന്തുണ്ട്? ആ അർത്ഥത്തിലുള്ള ഒരു വ്യത്യാസം. അപ്പൊ അടിസ്ഥാനം തത്വം എന്താണ്? ദീനാണ്. അതിന്റെ പ്രാക്ടീസിങ് ആണ്, പ്രാക്ടിക്കൽ സൈഡാണ് എന്ത്? ശരീഅത്ത് എന്ന് പറയുന്നത്. ആ ശരീഅത്തിന് തന്നെ വ്യത്യസ്തമായ ഘട്ടങ്ങളുണ്ട്, മുൻഗണനകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മളെ കാലത്തും ഉണ്ട്. എല്ലാ കാലത്തും ഒരേ ശരീഅത്താവുകയില്ല. ഇപ്പൊ നമ്മളിപ്പോ പഠിച്ചു വന്ന സാധനം തന്നെ കുത്തിബ അലൈക്കുമുൽ ഖിസാസ് നമ്മളെ ശരീഅത്താണ്. പക്ഷെ നമ്മളിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അതിന് ഗവൺമെന്റ് വേണം അല്ലേ. അതേപോലെ തന്നെ നമ്മളിപ്പോ പഠിച്ച വസിയത്ത് നിയമം, ആ വസിയത്ത് നിയമം ഈ പറഞ്ഞതുപോലെയല്ല, അടുത്തത് മാറി. അപ്പൊ ഇങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമായതാണ് സംഭവം. ശരീഅത്ത് എന്ന് പറയുന്നത് അള്ളാഹു ആണ് ശാരിഅ. നിയമം ഉണ്ടാക്കുന്ന ആൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അള്ളാഹു. അള്ളാഹു ആണ് ശാരിഅ. അള്ളാഹു കൽപ്പിച്ചതുകൊണ്ടും അറിയിച്ചു തന്നതുകൊണ്ടും അള്ളാഹിന്റെ റസൂലുമാണ്. അപ്പോൾ ഒരു കാര്യം ശരീഅത്ത് അനുവദിച്ചു എന്ന് പറയണമെങ്കിൽ നമുക്ക് 4 പ്രമാണങ്ങളാണ് ഉള്ളത്. ഒന്ന് കിതാബ്, രണ്ടാമത്തത് സുന്നത്ത്, മൂന്നാമത്തത് ഇജ്മാഅ്, നാലാമത്തത് ഖിയാസ്. ഈ 4 അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്നുകൊണ്ടല്ലാത്ത ഒരു ശരീഅത്ത് ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ നമ്മളിപ്പോ 2024 ആഗസ്റ്റ് മാസമായി. ആഗസ്റ്റ് 15 മുതൽ നമ്മളിപ്പോ ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ്. ഇനി ഇങ്ങനെ മതി എന്ന് വെക്കാൻ പറ്റൂല. കാരണം എന്താണ്?
ആ കാരണത്തെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അപ്പൊ ദീന് അള്ളാഹു പൂർത്തീകരിച്ചു, ശരീഅത്തൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്തില്ല, വേറെ ഒന്നും ആലോചിച്ചുണ്ടാക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ ശരീഅത്തിൽ തന്നെ ഫിഖ്ഹ് ഉണ്ട്, കർമ്മശാസ്ത്രം. ആ കർമ്മശാസ്ത്രത്തിന്റെ നിയമങ്ങൾക്ക് ഓരോ സന്ദർഭത്തിലും ഇന്നത് എന്നുണ്ട്. നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവന് ഇരുന്ന് നിസ്കരിക്കുക. ഇരുന്ന് നിസ്കരിക്കണേ കണ്ടിട്ട് ബാക്കിയുള്ളവന് ഇരുന്ന് നിസ്കരിക്കാൻ പോകരുത്. കാരണം നിൽക്കാൻ കഴിയുമെങ്കിൽ നിൽക്കണം. പക്ഷെ സുന്നത്ത് നിസ്കാരത്തിൽ അത് നിർബന്ധമുള്ള കാര്യമല്ല. നിൽക്കാൻ കഴിയണവനും ഇരുന്ന് നിസ്കരിക്കാം. അപ്പൊ ഇതൊക്കെ നിയമം നടപ്പിലാക്കുന്ന ചില ആൾക്കാർ പറഞ്ഞപ്പോൾ ഒരു തൊളിച്ചോ, നിൽക്കാൻ കഴിവുള്ളവനും വേണമെങ്കിൽ സുന്നത്തിന് ഇരുന്ന് നിസ്കരിക്കാൻ പറഞ്ഞപ്പോ കണ്ണൊക്കെ കൊണ്ട് തുറന്നിട്ട് തറാവീഹിന്റെ കേസ് വേറെയാണ്. അതിന്റെ പേരെന്നെ ഖിയാമുൽ ലൈൽ എന്നാണ്. ഒരു സാധനം നിൽക്കാനായിട്ട് തീരുമാനിച്ചു പോയതിന് വേറെ ഒരു സംഗതിയാണ്. അപ്പോ നമ്മൾ അതിലേക്ക് പോകണ്ട. അപ്പൊ ഏതായാലും ശരീഅത്തിൽ തന്നെ എന്തുണ്ട്, കാലം, സമയം, സന്ദർഭം, അവസരം ഒക്കെ അനുസരിച്ച് നമുക്ക് ഫത്വകൾ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ സംഗതിയുണ്ട്. അപ്പൊ നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കിയതുപോലെ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തുള്ളവർക്കും നോമ്പുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ സഹോദര സമുദായ അംഗങ്ങളിൽ പലരുടെയും വ്രതാനുഷ്ഠാനം ഒരു പക്ഷേ ആ കാലത്തെ ശരീഅത്തിന്റെ തുടർച്ചയോ അതിൽ അല്പമൊക്കെ കൂട്ടിച്ചേർത്തതോ ചിലതൊക്കെ വിട്ടുപോയതോ ആയ നിലയിലായിരിക്കാം. അങ്ങനെ തന്നെ ഒന്നും പറയാൻ പറ്റൂല. കാരണം ഓല് ഈ പ്രമാണത്തിന് അത്രത്തോളം എന്തില്ല. നമ്മൾ എന്തുകൊണ്ടാണ് അതിങ്ങനെ നിലക്കണെന്ന് വെച്ചാൽ, ഇപ്പം ഇസ്ലാമിനെ പറ്റി പല ആൾക്കാരും പറയും, പല ആൾക്കാരും ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചിട്ട് പറയും ഇസ്ലാമിൽ ഒരു പരിഷ്കരണവും നടക്കുന്നില്ല, അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ നോക്കൂ, ഹിന്ദു മതത്തിൽ എന്തെല്ലാം പരിഷ്കരണങ്ങൾ നടത്തി, ക്രൈസ്തവതയിൽ എന്തെല്ലാം പരിഷ്കരണങ്ങൾ വരുത്തി, ഇസ്ലാമിൽ ഒരു പരിഷ്കരണവും ഇല്ല, 1400 കൊല്ലം മുമ്പുള്ള എന്നാണ് ഇപ്പോഴും. അതൊരു കുറ്റായിട്ടാണ് എടുത്തു പറയാ. യഥാർത്ഥത്തിൽ ഇത് എന്താണ്, ഇത് പരിഷ്കൃതമാണ് എന്നതാണ് ഇതിന്റെ സംഗതി. ഇതിലുള്ള സംഗതികൾ എന്താന്ന് ചോദിച്ചാൽ, ഇതിലേക്ക് വല്ല അനാചാരങ്ങളും കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ ആ അനാചാരം കഴുകി ഒഴിവാക്കിയാൽ മതി. ഇത് അസിൽ അവിടെ നല്ലതുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ വേറൊരു പരിഷ്കരണത്തിന്റെ ആവശ്യം വരാത്തത്. കാരണം നമ്മുടെ അനന്തരാവകാശ നിയമമാണെങ്കിലും നമ്മുടെ വേറെ ഏത് നിയമമാണെങ്കിലും ആരാധനാനുഷ്ഠാനങ്ങളാണെങ്കിലും ഇതെല്ലാം നേരത്തെ പറഞ്ഞല്ലോ ആയത്തില്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല, എളുപ്പം മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. അതാണ്, ഒരാളും പ്രയാസപ്പെടാൻ പാടില്ല, എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മുൻഗാമികൾക്കുള്ള ശരീഅത്ത് അത് വേറെയാണ്, നമുക്കുള്ള ശരീഅത്ത് അള്ളാഹു പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ഓരോരുത്തർക്കും തോന്നിയ പോലെ നിയമം ഉണ്ടാക്കാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായേക്കാം, ഭക്തി പുലർത്തുന്നവരായേക്കാം. ഇനി അപ്പൊ ഞാനിവിടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ വിശദീകരിച്ച് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ആയതൊക്കെ ഞാൻ ഒറ്റവാക്കിൽ പറഞ്ഞു പോയതാണ്. അതിൽപ്പെട്ടൊന്നാണ് ദീനും ശരീഅത്തും തമ്മിലുള്ള വ്യത്യാസം. ദീൻ എന്ന് പറയുന്നതും ശരീഅത്ത് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളത് പലപ്പോഴും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാണ്ടൊക്കെയാണ് പറയലെങ്കിലും വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ദീൻ ഒരു കാലത്തും മാറൂല. നമ്മൾ ചിലപ്പോൾ പറഞ്ഞു പോകുന്നത് ദീനിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അർത്ഥാക്കുക ശരീഅത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല എന്നായിരിക്കും. അങ്ങനെ മനസ്സിലാക്കി പോകുന്നതുകൊണ്ട് ഉണ്ടാകുന്ന കുറേ തകരാറുകളുണ്ട്. ശരീഅത്തിൽ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ശരീഅത്ത് മാറും. അപ്പൊ നമ്മൾ ചോദിക്കുക, അപ്പൊ ദീൻ ഇങ്ങനെ മാറി കളിക്കുക? ദീനല്ല മാറി കളിക്കുന്നത്. അങ്ങനല്ല, അങ്ങനെ മാറാൻ പറ്റൂല. അത് ശരീഅത്ത് അസില് മാറൂല. അതേ സമയത്ത് ശരീഅത്തിന്റെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ആയത്തന്നെ ഉദാഹരണമായിട്ട് എടുത്തോളൂ. ഈ ആയത്തന്നെ ഉദാഹരണമായിട്ട് എടുത്തോളൂ. കുത്തിബ അലൈക്കുമുൽ ഖിസാസ്, കൊന്നവന്റെ കാര്യത്തിലാണല്ലോ പറഞ്ഞത്. പ്രതിക്രിയ നിയമമാണ്, നിർബന്ധം. ഈ നോമ്പ് നിർബന്ധം എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ്. പക്ഷെ ആ നിയമം നമുക്കിപ്പോൾ നടപ്പിലാക്കാൻ കഴിയുമോ?
പറ്റുമോ? പറ്റൂല. അപ്പോ ശരീഅത്ത് മാറിയോ? മാറിയിട്ടില്ല. ഈ ശരീഅത്തിൽ തന്നെ ആ സന്ദർഭത്തിനനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും നമുക്ക് നിർബന്ധാവുന്നു, നിർബന്ധാവാതിരിക്കുന്നത്. ഇപ്പൊ ജുമാ നിർബന്ധല്ലേ? ജുമാ നിർബന്ധല്ലേ? എന്നിട്ട് നിങ്ങൾ കൊറോണക്ക് പള്ളിയിൽ പോയോ? പോയില്ല. ദീന് മാറിയോ? അത് ശരി. ഇത്രേ ഉള്ളൂ നിങ്ങളെ ദീന്. ഒരു കോവിഡ് അവിടെ എവിടെ ഉണ്ടാകുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇപ്പൊ ജുമാ വരല്ലേ? നിങ്ങൾ ദീന് പോയോന്ന് വെച്ചാൽ പോയില്ല. അപ്പൊ നമ്മളെ ദീന് എന്താണ്? ദീന് തന്നെയാണ്. ഷറയില് ചെറിയൊരു മാറ്റം ഉണ്ടായി. എന്താ മാറ്റം? നിങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ നിങ്ങൾക്ക് ജുമാ എന്തല്ല, നിർബന്ധമല്ല. അപ്പൊ മാറി. അപ്പൊ അത് മാറുന്നത് കണ്ടിട്ട് ഒരാൾ ചോദിക്കണം, നിങ്ങൾ ദീന് മാറിയില്ലേ? ഇതുവരെ എങ്ങനെയല്ലോ ദീന്, ഇപ്പൊ ദീന് ഇങ്ങനെ ആയെന്ന് വെച്ചാൽ ദീന് മാറിയിട്ടൊന്നുമില്ല. ശരീഅത്തിലെ വികാസക്ഷമതയാണത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റുന്നൊരു സാഹചര്യം അതിനുണ്ടാവും. പക്ഷെ അതും പറഞ്ഞ മാതിരി എന്നാ അന്നേരം പോയില്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെ പോവാത്തവരുണ്ട്. അത് കുറെ ഉണ്ട്. അന്ന് നിന്നതാ, പിന്നെ രണ്ടാമത് തുടങ്ങിയിട്ടില്ല. ചിലത് അങ്ങനെ ഉണ്ടല്ലോ. ജുമാന്റെ കാര്യത്തിൽ ആയിരിക്കില്ല, ബാക്കി വക്തൊക്കെ സാധാരണ പള്ളിയിൽ പോയി ശീലമുള്ള ആള് കൊറോണക്ക് പോരെ നിസ്കരിച്ച് ശീലമായി വെക്കുമ്പോ പിന്നെ അതങ്ങ് തുടരുകയാണ്. കൊറോണ പോയിട്ടുള്ളൂ, ഒരേ നിസ്കാരം തുടരുകയാണ്, പള്ളിയിൽ വരല് പിന്നെ തുടങ്ങിയിട്ടില്ല എന്ന്. അപ്പോ അങ്ങനെ ആവാൻ പറ്റൂല. ആ കാലം അത് മാറിയ ഇതും മാറണം. ശരീഅത്തില് മാറ്റം വരും. അത് യഥാർത്ഥത്തിൽ ശരീഅത്തിന്റെ അടിസ്ഥാനം മാറുകയല്ല ചെയ്യുന്നത്. അടിസ്ഥാനം അവിടെ തന്നെ ഉണ്ട്. നിയമങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. ഇനി ഇന്ന് തന്നെ നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നവർക്കുള്ള അതേ വ്യവസ്ഥ ആയിരിക്കുകയില്ല സൗദി അറേബ്യയിൽ. അവിടെ വേറെ തന്നെ ശരീഅത്തിന്റെ വേറെ ഭാഗങ്ങൾ നടപ്പിലാക്കാൻ ഉള്ള സാധ്യത അനുസരിച്ച് അവിടെ മാറും. ഇതൊന്നും ആയിരിക്കില്ല ഗസയിൽ, ഫലസ്തീനിൽ. അവിടെ മാറും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യും? മാറും. പക്ഷെ ദീൻ ഒന്ന് തന്നെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതിൽ മാറ്റം. ഇനി എന്നാണ് നോമ്പ് നോൽക്കേണ്ടത്? അയ്യാമം മഅദൂദാത്ത്. എല്ലാ ദിവസവും കുത്തിബാലേക്കും സിയാമല്ല. നോമ്പ് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ട് എന്നാ പിന്നെ ഇനി എല്ലാ ദിവസവും നോമ്പാണോ? അല്ല. അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളിലാണത്. ഈ എണ്ണപ്പെട്ട ദിവസങ്ങൾ ഏത് എന്ന കാര്യത്തിൽ ചില വിദ്വാൻമാർ സ്വയംകൃത നിയമങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ. അതുപോലെ എണ്ണാണ് ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, തീർന്നു. പിന്നെ എട്ടാമത്തത് ഏതാ ദിവസം? ഞായർ പിന്നെ തുടങ്ങും. അപ്പൊ നേരത്തെ എണ്ണി ഞായർ തന്നെ. അപ്പൊ എണ്ണപ്പെട്ട ദിവസങ്ങൾ തന്നെ എത്രയാണ്? 7. അപ്പൊ ഞമ്മക്ക് എത്ര ദിവസം നോമ്പ് വെച്ചാൽ 7 ദിവസം. അങ്ങനത്തെ കൂട്ടരുണ്ട്. അപ്പൊ 7 ദിവസം അവൾക്ക് നോമ്പ്. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ പിന്നെ ഒരു ഗ്രൂപ്പ് വേറെ ഉടലെടുത്തു. അതെന്താ വെച്ചാൽ യൗമ് എന്ന് പറഞ്ഞ ദിവസം, യൗമാൻ എന്ന് പറഞ്ഞാൽ 2 ദിവസം, അയ്യാം എന്ന് പറഞ്ഞാല് 3 ദിവസം, അല്ലെങ്കിൽ 2-ലധികം. അപ്പൊ 3 ദിവസം നോമ്പ്. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് നമ്മളെ നാട്ടില്. നിങ്ങൾ അങ്ങനത്തെ ആരെങ്കിലും കണ്ടിരിക്കോ? അൽഹംദുലില്ലാ. കാണാൻ തന്നെ ഇടവരാതിരിക്കട്ടെ. കാരണം എന്ന് പറഞ്ഞാൽ അന്ധക്കേടിന്റെ ഊക്കാണ്. അപ്പൊ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഖുർആന് ഞാൻ പറഞ്ഞല്ലോ, പണ്ട് വടകരുണ്ടായിരുന്ന ഒരാളെ പറ്റിയിട്ട്, അഖിമിസ്സലാത്ത ലിദിക്രി, എന്നെ ഓർമ്മിക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തുക. എന്നാൽ ഇയാൾ നിസ്കരിക്കൂല. അപ്പൊ എന്താ? എനിക്ക് ഓർമ്മയുണ്ട്. അള്ള പറഞ്ഞത് എന്താ? എന്നെ ഓർമ്മിക്കാൻ നിസ്കരിക്കുക. എനിക്ക് അള്ളാഹിനെ ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ല, നിങ്ങൾ നിസ്കരിച്ചോളി. നിസ്കരിക്കുന്നതിന് ഞാൻ എതിരല്ല, പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം അള്ള പറഞ്ഞത് എന്നെ ഓർമ്മിക്കാൻ നിസ്കരിക്കുക എന്നാണ്. എനിക്ക് അള്ളാഹിനെ നല്ല ഓർമ്മയാണ്, എനിക്ക് ഇപ്പോഴും കൂടി ഓർമ്മ അയച്ചോളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയില്ല, നിങ്ങൾ നിസ്കരിച്ചോളൂ. ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാല്, എങ്ങനെയാണ് ഖുർആനിൽ നിന്ന് നിയമങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന അടിസ്ഥാനം പഴച്ചു പോകുന്നത് കൊണ്ടാണ്. ഖുർആൻ ഇങ്ങനെ അട്ടത്തൊന്നും വീണ് ഇങ്ങനെ കിടക്കുന്ന ഒരു സാധനമല്ല. നമ്മൾ പാഞ്ഞു പോയി അതിൻ്റെ അകത്ത് നോക്കിയിട്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കി കൊണ്ടുപോകേണ്ട ഒരു കേസില്ല. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഇത് പഠിപ്പിച്ചരാനും ഇത് ഓതിത്തരാനും ഇതനുസരിച്ച് നമ്മളെ സംസ്കരിക്കാനും
അല്ലാഹു തആല ഒരാളെ പറഞ്ഞു വെച്ചാണ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമ്മൾ ഈ അയ്യാമമാദൂതാത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് 7 ആണോ, അത് 3 ആണോ, അത് എങ്ങനെ ആയിരിക്കും? ഇഞ്ചാതി ഏജാറിനൊന്നും നിൽക്കേണ്ടിയില്ല. പിന്നെ നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഈ ആയത്ത് ഓതി തന്ന ആള്, ഇത് പഠിപ്പിച്ചു തന്ന ആള് എങ്ങനെ നോമ്പ് നോറ്റു എന്ന് നോക്കേണ്ട പ്രശ്നം വരുന്നുള്ളൂ. അപ്പൊ അയ്യാമ മഅദൂദാത്ത് എന്ന് പറഞ്ഞാൽ അത് എത്ര ദിവസമാണ് എന്നത് ഈ ആയത്ത് കൊണ്ടുവന്ന നബി എന്താണോ പഠിപ്പിച്ചെന്നത് അത് മാസം മുഴുവനും നോമ്പൊൽക്കലാണ്. അത് 29 ദിവസമാണോ? ചിലപ്പോൾ ആയിരിക്കും. 30 ആണോ? ചിലപ്പോൾ ആയിരിക്കും. ചിലപ്പോൾ 29 ആയിരിക്കും, ചിലപ്പോൾ 30 ആയിരിക്കും. എന്തായാലും ഒരു മാസമാണ്. അറബി മാസം ചിലപ്പോൾ 29 ആയിരിക്കും, ചിലപ്പോൾ 30 ആയിരിക്കും. അതുകൊണ്ട് റമദാൻ ചിലപ്പോൾ 29 ആയിരിക്കും, അല്ലെങ്കിൽ 30. 31 ഉണ്ടാവുമോ? ഉണ്ടാവില്ല. 28 മതിയാക്കാൻ പറ്റുമോ? പറ്റൂല. എന്നാൽ 29 അല്ലെങ്കിൽ 30. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്ത് കാണിച്ചത് എന്നതുകൊണ്ട് നമ്മുടെ മുമ്പിൽ പിന്നെ ഇത് വിരലിന്റെ മുകളിൽ ഇങ്ങനെ എണ്ണി ഇറങ്ങാറാവേണ്ട കാര്യം ഇല്ല. അപ്പോ ഖുർആനിൽ നിന്ന് നിയമം സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള അടിസ്ഥാനം മറന്നുപോയാൽ യുദില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ, ഇതിൽ ധാരാളക്കണക്കിന് ആളുകള് വഴിവെച്ചു പോയിട്ടുണ്ട്, കുറെ ആൾക്കാർ ഹിദായത്തിലായിട്ടുണ്ട് എന്ന് ഖുർആൻ തന്നെ പറയാണ്. അപ്പൊ ഖുർആനിൽ നിന്ന് എങ്ങനെ നിയമം സ്വീകരിക്കണം എന്ന് മനസ്സിലാക്കാതെയാണ് ഇതിനെ സമീപിക്കുന്നതെങ്കിൽ അത് വഴിവെക്കലായി പോകും. അപ്പൊ അതുകൊണ്ട് 3 ആണോ 7 ആണോ 9 ആണോ നമ്മളെ സംബന്ധിച്ച് ഒരു ബേജാറുമില്ല. കാരണം ഈ അയ്യാമ മഅദൂദാത്ത് ഓതിത്തന്ന അതേ ആള് തന്നെ യത്ലു അലൈഹിം ആയാതിഹി ഓതിത്തന്നിട്ട് പോയതല്ല. വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, പിന്നെ ഈ കിതാബ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ എത്ര ദിവസമാണ്? ആ മാസം മുഴുവനാണ്. ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, ആ ദിവസങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും രോഗിയാണോ, യാത്രയിലാണോ, അങ്ങനെയാണെങ്കിൽ മറ്റു ദിവസങ്ങളിൽ അത്രയും എണ്ണം തികയ്ക്കണം. വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ, ഏറെ പ്രയാസത്തോടെ മാത്രം നോമ്പെടുക്കാൻ കഴിയുന്നവർ പ്രായശ്ചിത്തമായി ഒരഗതിക്ക് ആഹാരം നൽകണം. അപ്പൊ കഴിവുള്ളവർ എന്നല്ല, യുതീഖൂനഹു എന്ന് പറഞ്ഞാൽ പ്രയാസത്തോടു കൂടി ചെയ്യാൻ കഴിയുന്നവർ, പ്രയാസത്തോടു കൂടി ചെയ്യാൻ കഴിയുന്നവർ എന്നാണ്. അവരെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അഗതിക്ക് ആഹാരം കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോ ഫമൻ തതവ്വഅ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹു, എന്നാൽ ആരെങ്കിലും സ്വയം കൂടുതൽ ചെയ്താൽ അത് അവന് നല്ലത്. കൂടുതൽ അഗതികൾക്ക് ഭക്ഷണം കൊടുത്താൽ അത് നല്ല കാര്യം തന്നെയാണ്. വഅൻ തസൂമു ഖൈറുൻ ലക്കും, എന്നാല് നിങ്ങൾക്ക് നല്ലത് നോമ്പെടുക്കൽ തന്നെയാണ്. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ ചെയ്യേണ്ട പണിയാണത്. നിങ്ങൾക്ക് വിവരം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. റമദാൻ മാസം വരട്ടെ, ഇവർ യാത്ര പോവാ എന്ന് വിചാരിക്കരുത്. മനസ്സിലായോ? നിങ്ങൾ യാത്രയിലാണെങ്കിൽ നിങ്ങൾ അന്ന് നോമ്പ് വെൽക്കണ്ടല്ലോ. അപ്പൊ യാത്ര, ടൂറ്, ട്രിപ്പ് നിശ്ചയിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാ? അടക്കടക്ക് ശബാൻ ആഴ്ച ഉള്ളൂ, 2 ആഴ്ച കഴിയട്ടെ എന്നിട്ട് പോവാ. എന്നാലോ യാത്രയിലാണെങ്കിൽ നമുക്ക് നോമ്പെടുക്കണ്ടല്ലോ. അങ്ങനല്ല, നിങ്ങൾക്ക് നോമ്പെടുക്കൽ തന്നെയാണ് നല്ലത്. നോമ്പാണ് ഖൈർ. കാരണം അത് നിങ്ങൾക്ക് ഖൈറായിട്ട് അള്ളാഹ് ഉണ്ടാക്കി തന്നൊരു സംഗതിയാണ്. അതാണ് ഖൈർ. ഷഹ്റു റമദാൻ, ഏതാണ് ഈ മാസം എന്നറിയുമോ? റമദാൻ മാസം. എന്താ മാസത്തിന്റെ പ്രത്യേകത? അല്ലദീ, അതെങ്ങനെയുള്ളതാണ്, ഏതൊന്നാണ്? ഉൻസില ഫീഹി, അത് ഇറക്കപ്പെട്ടിരിക്കുന്നു. അൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസം. അപ്പൊ ഖുർആൻ ഇറക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഖുർആൻ ഇറക്കപ്പെട്ടു എന്നാൽ എങ്ങനെയാണ്? ഖുർആൻ
അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിലാണ് സൂക്ഷിച്ചത്. ഫീ ലൗഹിം മഹ്ഫൂദ്, അല്ലേ? ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ ഫലകം. പണ്ട് ലൗഹ് എന്ന് പറഞ്ഞാൽ സ്ലേറ്റ് എന്നേന്. ഇപ്പൊ മാറിയോന്ന് ചോദിച്ചാൽ മാറിയിട്ടല്ല, പണ്ട് സ്ലേറ്റേ അറിയുള്ളൂ ഒരു മനുഷ്യന്. എഴുതി വെക്കുന്ന ഒരു പലക എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ മനസ്സിലാക്കിയത് സ്ലേറ്റ് എന്നേനു. അപ്പോഴാണ് ലൗഹുൻ സ്ലേറ്റ് എന്ന് പഠിച്ചത്. അറബി വാക്കിന്റെ അർത്ഥം അങ്ങനെ ഉണ്ടാവുക, നമ്മൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് അർത്ഥം ഉണ്ടാവുക. പിന്നീട് CD വന്നു നോക്കുമ്പോ അതിനും ലൗഹ് എന്നാണ് പറയാ. ഇപ്പോ CD ഒന്നല്ല, അല്ലാതെയുള്ള രേഖപ്പെടുത്തി വെക്കാൻ പറ്റുന്ന, അപ്പൊ അതിന് ആ പേര് വന്നു. അലക്ക് എന്ന് പറഞ്ഞാൽ രക്തപിണ്ഡം എന്നതിന് പണ്ട് അർത്ഥം പറഞ്ഞു. അന്ന് അത്ര അറിഞ്ഞൂടു. അതിനും ഇപ്പൊ രക്തപിണ്ഡം ഒന്നല്ല അലക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ, അതല്ലാത്ത ഭ്രൂണശാസ്ത്രം വികാസം പ്രാപിച്ചപ്പോ മനസ്സിലായി ഇതിനെപ്പറ്റി അല്ല പറഞ്ഞത്, തൊട്ടതിനോടെല്ലാം ഒട്ടുന്ന വേറൊരു സംഗതിയാണ്. അത് അതുകൊണ്ടാണ് പറഞ്ഞത് ഖുർആൻ നമുക്ക് മനസ്സിലാവുക. നമ്മൾ ഇങ്ങനെ മനസ്സിലാവുന്നതിനനുസരിച്ച് ഖുർആൻ കൂടുതൽ കൂടുതൽ മനസ്സിലാവുന്നതാണ്. ഖുർആന്റെ ഒരു ശേഷിയാണ്. അപ്പോൾ അല്ലാഹു തആല ഏതോ ഒരു ചിപ്പിൽ വളരെ സുരക്ഷിതമാണ്. അതിങ്ങനെ വൈറസ് കയറുകയെ അല്ലെങ്കിൽ പിന്നെ ജാമായി പോവേ ഡാറ്റ ബ്ലോക്കായി പോവേ ഒന്നും ചെയ്യൂല. ഇപ്പൊ അടുത്ത് എന്താ സംഭവിച്ച് കമ്പ്യൂട്ടറിൽ നിങ്ങളാരോ അറിഞ്ഞീനോ? വിൻഡോസ് എന്തായിപ്പോയി? നിങ്ങളാരോ അറിഞ്ഞീനോ? അറിഞ്ഞില്ലാത്തവർക്ക് സമാധാനം, അറിഞ്ഞവൽക്കും സമാധാനം. സുലൈമാൻ മുസ്ലിയാരെ സോപ്പിന്റെ മാതിരിയാണ്. സുലൈമാൻ മുസ്ലിയാരെ സോപ്പ് വാങ്ങുന്നവർക്കും ലാഭം, വാങ്ങാത്തവർക്കും ലാഭം എന്നായിരുന്നു. വാങ്ങുന്നവർക്ക് ലാഭം, വാങ്ങാത്തവർക്കും ലാഭം. അതെങ്ങനെയാന്ന് എന്നോട് ചോദിക്കണ്ട. അപ്പൊ വിൻഡോസ് കണ്ണടച്ചു. അപ്പോ സത്യം പറഞ്ഞാല് ലോകം നിശ്ചലമായി പോവാണ്. കുറെ ആൾക്കാർ ഫ്ലൈറ്റൊക്കെ മിസ്സായി. എന്താ ചെയ്യാ? മൊത്തം നിങ്ങളൊക്കെ ഡോക്ടറെ അടുത്ത് പോയാൽ നിങ്ങളെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി. പഴയ സീട്ടും കൊണ്ടൊന്നും പോകണ്ട. സീറ്റുണ്ടോ ആരെങ്കിലും ഇപ്പൊ ആസ്പത്രിയിൽ പോകുമ്പോ? പണ്ടാണെങ്കിൽ വലിയൊരു കവറ് നിറച്ചു കംപ്ലീറ്റ് സീറ്റുമായിട്ടാണ് പോവുക. എന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞിണ്ടാവും പിന്നെയും. ഇപ്പൊ ഒന്നും വേണ്ട, നിങ്ങളെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്താൽ ഫയല് നേരെ കൺസൾട്ടിങ് റൂമിൽ എത്തൂലേ. നിങ്ങളവിടെ പോയിരുന്നാൽ മതി. അതുപോലെ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് അന്ന സംഗതികളൊക്കെ അങ്ങനെ എല്ലാം രേഖപ്പെടുത്തി വെച്ചതാണ്. ഈ രേഖപ്പെടുത്തി വെച്ച സാധനം ഒക്കെ പോയി പോകും. ഒരു പോക്കാണ്. കണ്ട ഹോസ്പിറ്റലിലുള്ള കംപ്ലീറ്റ് സംഗതി പോകും. ബാങ്ക് പാസ്ബുക്ക് കൊണ്ടുപോകലില്ല, എഴുതി വെക്കലില്ല, എല്ലാ സാധനവും ഇതിൻ്റെ അകത്താണ്. അതങ്ങോട്ട് കണ്ണടച്ചാൽ അതങ്ങോട്ട് കഴിഞ്ഞ്. അതേപോലെ എല്ലാം ഇതിലേക്ക് വന്നിരിക്കുന്നു. ചിലപ്പോൾ നമ്മളെ കാലത്തെ ലോകാവസാനം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ അടിച്ചു പോലെയിരിക്കും. ഇതടിച്ചു പോയാൽ ലോകാവസാനിക്കൂ. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ടിക്കറ്റുകളൊക്കെ ബ്ലോക്കാവും, ഓപ്പറേഷനൊക്കെ മുടങ്ങും, നമ്മൾക്ക് പൈസ എടുക്കാൻ കഴിയില്ല, എടുത്ത പൈസ കൊണ്ടൊന്നും കിട്ടൂല. ഇങ്ങനെ ആയിപ്പോയാൽ എന്ത് ചെയ്യും? അപ്പോ ഇതൊക്കെ മനുഷ്യന്റെ കണ്ടുപിടുത്തവും പുരോഗതിയും കൂടുന്നതിനനുസരിച്ചിട്ട് റിസ്ക്കും കൂടുന്നുണ്ട്. മനസ്സിലായില്ലേ? ഒന്നും വേണ്ട, ഒരു ദിവസം ഫേസ്ബുക്ക് വർക്ക് ചെയ്യാണ്ടായി വെക്കുമ്പോഴത്തേക്ക് മനുഷ്യന്മാർക്ക് ഒരു തരം ഭ്രാന്ത് പോലെ. ഞാൻ എത്രത്തോളം ഇതിൽ അഡിക്റ്റാന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. വേറെ ഇതൊന്നും പറയണ്ട. അതെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് തുറന്നു നോക്കുമ്പോൾ പിന്നെ ഒന്നും കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങളെ കോഡ് അടിക്കണം എന്ന് പറഞ്ഞാൽ കോഡ് അടിച്ച് അപ്പം ഞാൻ വിചാരിച്ച എൻ്റെ മാത്രമാണ് കേടെന്നാ. ഇതെല്ലാവരും വിചാരിക്കണം അങ്ങനെ തന്നെ. ഇതിൻ്റെ മുകളിൽ ഇരുന്ന് മെനക്കെടുകയാണ്. അങ്ങനെ മൊത്തത്തിൽ ഇത് പ്രശ്നമാണെന്ന് അറിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ, കാരണം എൻ്റെ മാത്രമല്ലല്ലോ പോയത്. ഭയങ്കര പ്രശ്നമാണ്. മനുഷ്യന്മാർക്ക് ഭ്രാന്താവും ഓൺലൈനൊക്കെ പോയാൽ. അപ്പോ അങ്ങനത്തെ തകരാറുകൾ സംഭവിക്കുന്നതല്ല അല്ലാഹു തആല ഖുർആൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സ്ഥലം. അത് മഹ്ഫൂദാണ്. അല്ലാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്? സുരക്ഷിതമായ ഫലകത്തിലാണ് അതുള്ളത്. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അള്ളാഹു ഖുർആൻ ഇറക്കി. അതാണ് അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞത്.
ലൈലത്തുൽ ഖദർ ഇറക്കി. ആ ലൈലത്തുൽ ഖദർ എന്താണ്? ഷഹ്റു റമദാൻ, റമദാൻ മാസത്തിലാണ്. ആ ഇറക്കം ഒന്നിച്ചാണോ എങ്ങനെയാണ് ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഒരു പക്ഷേ അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തിലേക്ക് ആദ്യം തന്നെ ഇറക്കിയിട്ടുണ്ടാവും. പക്ഷെ ഇറക്കിയതുകൊണ്ട് റീഡ് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. ചില സോഫ്റ്റ്വെയർ ഒക്കെ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് വർക്ക് ചെയ്യൂല. അത് പിന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്താലും വർക്ക് ചെയ്യൂല. ഓൺലൈനിൽ വരുമ്പോഴേ വർക്ക് ചെയ്യുള്ളൂ. ഫോണിൽ ഉണ്ടായിട്ട് കാര്യമില്ല, നെറ്റില്ല എന്ന് പറയും അല്ലേ? അപ്പൊ ഇത് മൊത്തം റസൂലുള്ളാഹിന്റെ കൽബില്, ആ കൽബാണെങ്കിൽ എടുത്ത് പുറത്തെടുത്ത് കഴുകി വൃത്തിയാക്കി ഫിറ്റ് ചെയ്ത കൽബല്ലേ, അതിൽ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് ഓൺലൈൻ വരണം. ആര് ആക്ടിവേറ്റ് ആവണമെങ്കിൽ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് 5 ആയത്ത് ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ സൂറത്തുൽ മുസമ്മിൽ ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ 6236 ആയത്തിന്റെ ആക്ടിവേഷൻ നടന്നത് 23 ഇയേഴ്സ് കൊണ്ടാണ്. നിങ്ങൾ ആൽഫ യുഗത്തിലെ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് കുറച്ചുകൂടി തിരിയും. അപ്പോൾ ആ ആക്ടിവേറ്റ് ആവാതെ പോയ ചില സമയമുണ്ട്. നെറ്റ് കണക്ഷൻ വിട്ടുപോയി. റസൂലുള്ളാഹി ബേജാറായി അല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്നില്ല. ആകെ വിഷമിച്ച്. ഇല്ല, മൊത്തം കണക്ഷൻ കട്ട് ചെയ്തിട്ടില്ല, താങ്കളെ ഉപേക്ഷിച്ചിട്ടില്ല, ഇതാ തന്നിരിക്കുന്നു അടുത്തത് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടാണ് പിന്നെ ആയത്ത് വന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഇത് കട്ടായി. എന്തായാലും അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ ഇറക്കിയ മാസം ഏതാണ്? റമദാൻ മാസമാണ്. ഓരോ സംഗതിക്ക് അനുബന്ധമായിട്ടാണ് ആയത്തിറങ്ങുക. ഉദാഹരണം പറഞ്ഞാല് തബ്ബൻ ലക യാ മുഹമ്മദ്, നശിച്ചു പോട്ട മുഹമ്മദ് എന്ന് അബൂലഹബ് പറഞ്ഞപ്പോഴാണ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് ഇറങ്ങിയത്. പക്ഷെ അബൂലഹബ് പറഞ്ഞതിന്റെ ശേഷമല്ല അള്ളാഹ് അത് ഖുർആനിൽ രേഖപ്പെടുത്തിയത്. അപ്പൊ അത് അബൂലഹബ് പറയാണ്ട് തന്നെ എന്തേ രേഖപ്പെടുത്തി വെച്ചത് എന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മക്ക് തിരിയാത്തത്. നമ്മക്ക് തിരിയൂല, അള്ളാഹ്ക്ക് തിരിയുള്ളൂ. നമ്മക്കെല്ലാം തിരിയൂല എന്നാണല്ലോ ആദ്യം തന്നെ പറഞ്ഞെന്ന്. അലിഫ് ലാം മീം ഇതുവരെ തിരിഞ്ഞില്ലല്ലോ. ഹിദായത്ത് ചോദിച്ചപ്പോൾ അള്ളാഹ് ആദ്യം തന്നെ പറഞ്ഞത് അലിഫ് ലാം മീം, നിങ്ങൾക്കെല്ലാം തിരിയൂല. അലിഫ് ലാം മീം എന്താ ഇപ്പോൾ തിരിഞ്ഞില്ല? എല്ലാം തിരിയൂല എന്ന് ഒരാൾക്ക് തിരിയലാണ് ഹിദായത്തിന്റെ ആദ്യത്തെ വഴി. അപ്പൊ അള്ളാഹു താലക്ക് നമ്മളെ മുമ്പിൽ ഇപ്പൊ നമ്മളെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് കാലവുമായി ബന്ധപ്പെട്ട സംഗതികൾ മനസ്സിലാവുള്ളൂ. ഞാൻ നാളെ പോയി എന്ന് നമ്മളോട് ഒരാൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓന് വർത്താനം പറയാൻ അറിഞ്ഞുകൂടാന്ന്. ഞാൻ നാളെ പോയി എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ നമ്മളെ അടുത്തുള്ള വിവരം ഇന്ന് ഇപ്പോൾ വരെയുള്ളതാണ്. നാളത്തേനെ കുറിച്ച് നമുക്ക് അറിയോ? അറിയില്ല. അള്ളാഹു താലക്ക് അങ്ങനെ അല്ല. അള്ളാഹ്ക്ക് നാളെ എന്താണെന്ന് അറിയാം. അതുകൊണ്ട് നാളെ അബൂലഹബ് ഇന്നത് പറയും എന്ന് അള്ളാഹ്ക്ക് ആരും പറഞ്ഞു കൊടുക്കണ്ട. അപ്പൊ അങ്ങനെ അബൂലഹബ് പറഞ്ഞില്ലെങ്കിൽ ശരിയാവോ എന്ന് ചോദിക്കുന്നത് നമ്മളൊരു അവസ്ഥ വെച്ചിട്ടാണ്. അള്ളാഹു താലനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഇൽമാണത്. നാളെ എന്ത് സംഭവിക്കും? ആ കുട്ടി ചോദിക്കുകയാണ് അള്ളാഹ് എന്താ രക്ഷപ്പെടുത്താത്തത്, ദൈവം എന്താ രക്ഷപ്പെടുത്താത്തത് എന്ന് ചോദിക്കുക. അപ്പൊ നമ്മളെന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഇത് മാത്രമാണ് നോക്കുന്നുള്ളൂ. അള്ളാഹു റബ്ബുൽ ആലമീനാണ്. ലോകരക്ഷിതാവിന്റെ കണക്ക് പുസ്തകം എന്ന് പറയുന്നത് നമ്മളെ ചെറിയൊരു മനസ്സിൽ കൊള്ളുന്ന സാധനമല്ല. അപ്പൊ അള്ളാഹു താല ഓരോ സ്ഥലത്തും കാറ്റടിക്കുന്നതും മഴ പെയ്യിക്കുന്നതും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതും വെള്ളം പൊങ്ങുന്നതും താകുന്നതും ഇതൊക്കെ റബ്ബ് കണക്കാക്കി വെച്ചിട്ടുള്ള ആ റബ്ബിന്റെ കണക്ക് പുസ്തകത്തിലുള്ള ഒരു സാധനമാണ്. അതിന്റെ എഫക്റ്റഡ് ഏരിയയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറൊരു സാധനമായിരിക്കും ഉണ്ടാവുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനോണ്ടൊക്കെ തന്നെ പറയണത് ദുനിയാവ് മാത്രമല്ലാതെ നമ്മളാകപ്പാടെ മൊത്തം പിന്നെ ലോകത്തെയും ജീവിതത്തെയും ദുനിയാവിലേക്ക് ആദ്യം തന്നെ ചുരുക്കി വെച്ചിട്ട് ഒക്കെ ഇവിടുന്ന് തന്നെ അങ്ങ് തിരിഞ്ഞു കിട്ടണം, എല്ലാ നീതിയും ഇവിടുന്ന് തന്നെ പാലിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പ്രശ്നം. അപ്പൊ ആയത്തുകൾ ഇറങ്ങുക ഓരോ സന്ദർഭത്തിലുള്ള ഗൈഡായിട്ടാണ്. പക്ഷെ
ആ സന്ദർഭത്തിൽ ഇന്നത് വരും എന്ന് അള്ളാഹ്ക്ക് ആദ്യം തന്നെ അറിയാവുന്നത് കൊണ്ട് അള്ളാഹു താലക്ക് വെയിറ്റ് ചെയ്തിട്ട് ഓരോരുത്തരുടെ നിലപാടനുസരിച്ച് പിന്നെ പറഞ്ഞുണ്ടാക്കേണ്ടതില്ല. അതൊക്കെ ആദ്യം അറിയാൻ എന്നാണ് സംഭവിക്കും. ഇത് ഞാൻ പറഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം. കാരണം എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. കാരണം അത് ഞമ്മക്ക് മനസ്സിലാവുന്ന കേസല്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ ഭാവി എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ കഴിയൂല. നമ്മളുടെ ഒരു അവസ്ഥ വെച്ചിട്ട് നമുക്ക് ഭൂതവും വർത്തമാനവും മാത്രമേ മനസ്സിലാവൂ. ഭാവി നമുക്ക് അറിയില്ല. അള്ളാഹു താലന്റെ പ്രത്യേകത അള്ളാഹ്ക്ക് ഭാവി അറിയാം എന്നാണ്. അപ്പൊ അബൂലഹബ് തബ്ബൻലക്ക് പറയണമെന്ന് തീരുമാനിച്ചതാരല്ല? അല്ലല്ല, അത് അബൂലഹബാണ്. ആ കാര്യത്തിൽ അള്ളാഹു അബൂലഹബിന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിപ്പറയാം. അബൂജഹല് തള്ളിപ്പറഞ്ഞത് അബൂജഹലിന്റെ തെരഞ്ഞെടുപ്പാണ്. ഉമർ സ്വീകരിച്ചത് റളിയല്ലാഹു അൻഹു ഉമറിന്റെ തെരഞ്ഞെടുപ്പാണ്. ഉമർ തെരഞ്ഞെടുക്കണം എന്നും സ്വീകരിക്കണമെന്നും അബൂജഹൽ തള്ളിപ്പറയണമെന്നും അള്ളാഹു എന്താക്കൂല, നിർബന്ധിക്കൂല. പക്ഷെ അള്ളാഹ്ക്ക് അറിയാം ഉമറാണോ സ്വീകരിക്കുക, അബൂജഹലാണോ സ്വീകരിക്കുക. ഫിറൗൻ സ്വീകരിക്കൂല എന്ന് അള്ളാഹ്ക്ക് നല്ലോണം അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ മൂസാ നബിനോട് പറയാണ്, ഇദ്ഹബ് ഇലാ ഫിറൗൻ ഇന്നഹു തഗ, ഈ പോയിക്കോ ഫിറൗന്റെ അടുത്ത് പരിധി ലംഘിച്ചിട്ടുണ്ട്. ഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, വളരെ സൗമ്യമായിട്ട് ഈ പറഞ്ഞു നോക്ക്, ഓനോട് ചിലപ്പോ നന്നായേക്കുന്നു. അല്ല, തീരുമാനമല്ല. അള്ളാന്റെ തീരുമാനമാണെങ്കിൽ പിന്നെ സ്വർഗ നരകങ്ങൾക്ക് എന്ത് പ്രസക്തി? ഇപ്പൊ നമ്മളൊക്കെ മുഅ്മിനീങ്ങളായി, അള്ളാഹ് തീരുമാനിച്ചു. കുറെ എണ്ണം കാഫിറായി, അതും അള്ളാഹ് തീരുമാനിച്ചു. പിന്നെ അള്ളാഹ് തന്നെ ഒരാളെ തീരുമാനിച്ച് നരകത്തിലിടുക. ഫൽ യുക്മിൻ, ആർക്കാണോ ഓരോരുത്തരും ആരെ ഉദ്ദേശിച്ചോ ഓൽക്ക് മുഅ്മിനാവാം, അല്ലേ? ചോയ്സ്, ഇമ്മാ ഷാക്കിറുമ്മ ഇമ്മാ കഫൂറ. പക്ഷെ അള്ളാഹ്ക്ക് അറിയാം ആ ചോയ്സ് ആരൊക്കെ സ്വീകരിക്കും. അത് അള്ളാഹിന്റെ അറിവാണ്, അള്ളാഹിന്റെ എന്തല്ല, തീരുമാനമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന സ്വീകരിച്ചിട്ടില്ല. എഴുതി വെച്ചത് എന്താന്ന് ചോദിച്ചാല് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവാണ്. അള്ളാഹു തആലയുടെ അറിവാണ് എന്ത്, അബൂലഹബ് ഇങ്ങനെ തെറ്റിപ്പോവുമെന്നും. വ്യക്തി ഉത്തരവാദിയാവുന്നത് അള്ളാഹുവിന്റെ അറിവ് എന്ന് പറയുന്നത്, അള്ളാഹിന്റെ തീരുമാനം എന്നല്ല. കൺഫ്യൂഷൻ ഒന്നുമില്ല. നല്ലൊരു അധ്യാപകനെ തൻ്റെ ക്ലാസ്സിലെ കുട്ടികളിൽ ആരെല്ലാം പരീക്ഷയിൽ ജയിക്കും തോൽക്കും എന്ന് മനസ്സിലാവും. ആ കുട്ടിനോടുള്ള ഇന്ററാക്ഷനിലൂടെ മനസ്സിലാക്കുന്നതാണ്. പക്ഷെ നല്ലൊരു അധ്യാപകൻ ഒരിക്കലും ഒരു കുട്ടിനോടാടാ ഈ തോറ്റ് പണ്ടാടങ്ങി പോവുള്ളൂ എന്ന് പറയൂല. അതെന്തിനാ? അവൻ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ശ്രമിക്കണം കേട്ടോ, ഈ പഠിക്കണം കേട്ടോ, ഈ നന്നാവണം കേട്ടോ. ഇയാൾക്കറിയാം അവനോട് എത്ര ടോ പറഞ്ഞിട്ടും കാര്യമില്ല, ഇവൻ ജയിക്കാൻ പോകണില്ല. അത് അധ്യാപകന്റെ അറിവാണ്. ആ അധ്യാപകൻ അവന്റെ സുഹൃത്തിനോട് സ്റ്റാഫ് റൂമെന്ന് പറയാണ്, എന്നെ ചങ്ങായിന്റെ മോനുണ്ടല്ലോ ഓൻ ജയിക്കൂല കേട്ടോ എന്ന് പറയുമ്പോൾ അയാൾ ചോദിക്കുക, ശരി നിങ്ങൾ ഓനെ തോൽപ്പിച്ചില്ലേ എന്ന് ചോദിച്ചാൽ ഇയാൾ തോൽപ്പിച്ചാണോ? അല്ല. തീരുമാനം എടുത്തത് കുട്ടി തന്നെയാണ്. ഓൻ ഉഴപ്പി, പഠിച്ചില്ല. പഠിക്കാനുള്ള എല്ലാ അവസരവും അധ്യാപകൻ തുറന്നു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു, ഓൻ പഠിച്ചില്ല. അപ്പോൾ ഓൻ തോൽക്കാൻ തീരുമാനിച്ചത് ആരാണ്? ഓൻ തന്നെയാണ്. പക്ഷെ ഓന് പരീക്ഷയിൽ മാർക്കിട്ട് തോൽപ്പിക്കുന്നത് ആരാണ്? അധ്യാപകനാണ്. തോൽപ്പിക്കണതിന് ഉത്തരവാദിത്തം ആർക്കാണ്? കുട്ടിക്കാണ്. അധ്യാപകനാണോ? അല്ല. തോൽപ്പിക്കുന്നത് ആരാണ്? നിങ്ങളതിന് പറയേ മോമലിക്ക, കൈ വെക്കല്ലേ തലയില്. ആരാണ് തോൽപ്പിക്കുന്നത്? മാർക്കിട്ട് കൊടുത്ത് തോൽപ്പിക്കുന്നത് ആരാണ്? അധ്യാപകനാണ്. അപ്പൊ അധ്യാപകനല്ലേ തോൽപ്പിച്ചത്? അധ്യാപകനല്ലേ തോൽപ്പിച്ചത്? അപ്പൊ ആരെ കൊണ്ടാണ് തോറ്റത്? ഒരു മിനിറ്റ്, ഇത് തീരുമാനമാകട്ടെ. ആരെ കൊണ്ടാണ് തോറ്റത്? കുട്ടിനെ കൊണ്ടാണ് തോറ്റത്. തോൽപ്പിച്ചത് ആരാണ്? അപ്പൊ അധ്യാപകനല്ലേ തോൽപ്പിച്ചത്? ഇതാണ് സംഭവം. അതായത് അല്ലാഹു തആലക്ക് അറിയാം ഇന്നാള് നരകത്ത് പോകും. ഇങ്ങനെ അല്ല, കൃത്യത ഉണ്ട്. ആ കൃത്യത ഇങ്ങനെയാണ്. അധ്യാപകനാണ് തോൽപ്പിച്ചത് എന്ന് പറയുന്നത് പോലെയാണ്.
അങ്ങനെ പറ്റൂല. കാരണം ഉത്തരവാദിത്തം ആർക്കാണ്? തോൽപ്പിച്ചത് അധ്യാപകനാകുന്നത് എന്തുകൊണ്ടാണ്? കുട്ടി ഉത്തരം എഴുതാത്തത് കൊണ്ടാണ്. കുട്ടി ഉത്തരം എഴുതാത്തവരെ തോൽപ്പിക്കുക എന്നത് ആരുടെ തീരുമാനമാണ്? അധ്യാപകന്റെ തീരുമാനമാണ്. പക്ഷെ അധ്യാപകനല്ല കുട്ടി തോറ്റതിന്റെ ഉത്തരവാദിത്വം. ആർക്കാ ഉത്തരവാദിത്വം? കുട്ടിക്ക് തന്നെയാണ്. പക്ഷെ കുട്ടി തോൽക്കുമെന്ന് നല്ലൊരു അധ്യാപകൻ നേരത്തെ അറിയാം. അത് ഏതുപോലെയാണ്? എന്നാ അങ്ങനെ അറിയുന്നു എന്നുള്ളത് കൊണ്ട് ഈ കുട്ടി പരീക്ഷയ്ക്ക് ഇങ്ങനെ ഉത്തരം എഴുതിക്കൊണ്ടിരിക്കുക. അധ്യാപകൻ ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലായുണ്ട് പൊട്ടത്തെറ്റ എഴുതണത്, ഒരു കഥയില്ലാന്ന്. പക്ഷെ ഓൻ പിന്നെ എണീറ്റുണ്ട്, സാർ ഒരു പേപ്പർ എന്ന് പറഞ്ഞാല് എന്തിനാ ചങ്ങായി പേപ്പർ വയ്ക്കള്, എനിക്ക് തരൂലെന്ന് പറയോ? ഇല്ല, വേഗം പോയിട്ട് നല്ലൊരു പേപ്പർ സീലടിച്ച് ഒപ്പിട്ടിട്ട് ഓന് പിന്നെയും കൊടുക്കും എഴുതിക്കോന്ന്. ഇങ്ങനെ അവൻ എഴുതിക്കൊണ്ടിരിക്കണ കാണുമ്പോ അപ്പുറത്ത് ഒരുത്തന്റെ സങ്കടം, എത്ര ചങ്ങായി എഴുതുന്നത്, കണ്ടമാൻ എഴുതുന്നുണ്ടല്ലോ, ഓനേക്ക് ഫസ്റ്റ് റാങ്ക് എന്ന് വെറുതെ വിചാരിക്കാം. ഓനൊരു റാങ്കും ഇല്ല. കാരണം എന്താ? എഴുതിനൊക്കെ വേറെന്തല്ലോ ആണ്. അപ്പൊ ഈ പരീക്ഷാ ഹാളിൽ വെച്ച് അധ്യാപകൻ ഒരിക്കലും കുട്ടിയുടെ വിവരത്തിനനുസരിച്ചല്ല പെരുമാറുക. കുട്ടിന്റെ വിവരത്തിനനുസരിച്ച് പെരുമാറൂല അധ്യാപകൻ അവിടുത്തെ നിയമം പാലിക്കുള്ളൂ. എന്താ? പേപ്പർ വെച്ചാൽ കൊടുക്കണം, കൊടുത്തു. ആ സമയത്തിന് പേപ്പർ വാങ്ങും, അല്ലേ? നല്ല ഉത്തരം, നമ്പർ 1 ഉത്തരം എഴുതി, എന്നാ ഓന് 15 മിനിറ്റ് കൂടി കൊടുക്കട്ടെ, ഓന് നല്ല എഴുതിക്കോട്ടെ അധ്യാപകൻ വിചാരിക്കൂല. അപ്പൊ സൽക്കർമ്മം ചെയ്യുന്നവനും ജീവിത വിഭവം കൊടുക്കും, നീ ദുഷ്ടത്തരം ചെയ്യുന്നവനും ജീവിത വിഭവം കൊടുക്കും. അത് റബ്ബിനറിയാം ഓൻ ഇതൊക്കെ വാരി കൂട്ടാൻ നരകമെന്ന്. പക്ഷെ എന്നാലും ഓന് കൊടുക്കും. ഏതാ? പ്രാർത്ഥനയുടെ റോൾ എന്ന് പറഞ്ഞാൽ ഒരാളുടെ സന്മാർഗത്തിന്റെയും സൽക്കർമ്മത്തിന്റെയും പ്രകടമായ രൂപമാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലൂടെ അയാൾ എന്ത് ചെയ്യും? കൂടുതൽ നന്മയിലേക്ക് മാർക്കിടാൻ അധ്യാപകന് സഹായം ചെയ്യാണ് ചെയ്യുന്നത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ആ പ്രാർത്ഥന നമ്മളെ ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സൽക്കർമ്മം ചെയ്യുന്നതിലേക്കുള്ള വലിയ പ്രചോദനമാണ്. അല്ല, അങ്ങനെ വെറും പ്രാർത്ഥന ഇല്ല ദീനില്. ദീനുൽ ഇസ്ലാമില് ദുആ എന്ന് പറയുന്നത് എന്താണ്? പ്രവർത്തനത്തോടൊപ്പമാണ്. പ്രവർത്തനമില്ലാത്ത ദുആ നിഫാഖാണ്. നിഫാഖിന് പിന്നെ ഒരു കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ വിധിവിശ്വാസത്തിൽ നമ്മൾ കൺഫ്യൂഷൻ ആവേണ്ട പ്രശ്നമൊന്നുമില്ല. അള്ളാഹുവിന്റെ ഇൽമ് എന്ന് പറയുന്നതും അള്ളാഹുവിന്റെ തീരുമാനം എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാലോ എല്ലാം അള്ളാഹിന്റെ തീരുമാനം അനുസരിച്ച് നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ കൺഫ്യൂഷൻ ആകേണ്ട കാര്യമില്ല. എല്ലാ കുട്ടികളെയും മാർക്ക് നോക്കുന്നതും ജയിപ്പിക്കുന്നതും തോൽപ്പിക്കുന്നതും ഒക്കെ അധ്യാപകനാകുന്നു. കുട്ടി അങ്ങനെ ആവണം തീരുമാനിക്കുന്നത് കുട്ടിയാണ്. ഓൻ പഠിക്കാണ്ടെന്നാല് ഓൻ അങ്ങനെ ആവും. ഓൻ പഠിച്ചാല് ഓൻ ജയിക്കും. പഠിക്കാത്ത കുട്ടിനെ തോൽപ്പിക്കണത് അധ്യാപകനാണ്. പക്ഷെ കുട്ടി തോറ്റതിന്റെ ഉത്തരവാദിത്തമായിരിക്കല്ല, കുട്ടിക്കാണ്, അധ്യാപകനല്ല. നമ്മൾ നരകത്ത് പോയാൽ പോവാണ്ടിരിക്കട്ടെ, പോയാൽ അതിന്റെ ഉത്തരവാദിത്തം നമ്മക്കാണ്. സ്വർഗത്ത് പോവാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം നമ്മക്കാണ്. സ്വർഗത്തിലാക്കണത് ആരാണ്? അള്ളയാണ്. നരകത്തിലാക്കണ ആരാണ്? അള്ള തന്നെ. അതുകൊണ്ടാണ് നാം നരകത്തിൽ എറിയുമെന്ന് പറയുന്നത്. ശരി, ഈ എറിഞ്ഞിട്ടല്ലേ എന്ന് വെച്ചിട്ട് കാര്യമില്ല. അള്ള നരകത്തിൽ എറിയണവരുടെ കൂട്ടത്തിലേക്ക് നമ്മൾ പോയി നിന്നിട്ടാണ്. അതാണ്. അപ്പൊ ഖുർആന്റെ ഓരോ വാക്കും ഓരോ നേരത്തേക്ക് കണക്കായിട്ടുള്ളതാണ്, കൃത്യമായിട്ടുള്ളതാണ്. അതൊരു ഗൈഡാണ്. ആ ഗൈഡ് അനുസരിച്ച് അതിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഓരോ സമയത്ത് മുന്നോട്ട് പോകണം, പോകണ്ട, ഇറങ്ങണ്ട, നിന്നോട് അവർ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ അള്ളാഹു എങ്ങനെ ആദ്യം തന്നെ രേഖപ്പെടുത്തി എന്ന് വെച്ചാൽ അതാണ് അള്ളാഹു. അല്ല, അത് അള്ളാന്റെ കേസിൽ ഉണ്ടാവൂല. അള്ളാഹു നീതിമാനാണ്. അള്ളാഹു ഒരിക്കലും ഒരാളുടെ കർമ്മത്തെയും പാഴാക്കുകയില്ല. അതൊക്കെ മനുഷ്യന്മാരുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹു എന്താണ്? ആദിലാണ്. കമ്പയർ ചെയ്യല്ല, നമ്മക്കതൊന്ന് തിരിയണ്ടേ? കമ്പയർ ചെയ്യല്ല.
ഇല്ല, അള്ളാഹുവിന് അറിയാമെന്നാണ്. ആ ആ തീരുമാനിച്ചതല്ല, എന്താണ്? അല്ല, കസറത്ത് സൂവലിലേക്ക് പോവില്ലത്. അതിന് മുമ്പ് നമ്മൾ നിർത്തും. അത് ബോധ്യപ്പെടാനുള്ളത് ചോദിക്കാം. അതായത് അത് വലിയൊരു പ്രശ്നമാണ്, നമ്മളെ ഈമാനിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ വിട്, ഞാൻ പറഞ്ഞ എല്ലാം നിങ്ങൾ വിട്. നിങ്ങൾ സ്വന്തം അക്കലിനോട് നിങ്ങൾ ചോദിക്കൂ. ഒരു കൂട്ടരെ അള്ളാഹു 4-ാം മാസത്തിൽ തന്നെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്, ഇയാൾ കള്ളനാകും, ഇയാൾ കാഫറാകും എന്ന് അള്ളാഹു തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഖുർആൻ എന്തിനാ, നബി എന്തിനാ? മൻസൂർക്ക, ഇവിടെ ഒരു പ്രശ്നമുള്ള എന്താ അറിയോ? 4-ാം മാസത്തിൽ തന്നെ മൻസൂർ മുത്തക്കയാവുമെന്ന് തീരുമാനിച്ചു. 4-ാം മാസത്തിൽ തന്നെ ഷിയാബ് കാഫറാവുന്നു അള്ളാഹ് തീരുമാനിച്ചു എന്ന് വെക്കുക. പിന്നെ ഖുർആൻ എന്തിനാ, നബി എന്തിനാ, പിന്നെ അറിവ് എന്തിനാണ്? നബ്തലീഹി, അള്ളാഹു പറയാണ് നിങ്ങളെ പരീക്ഷിക്കാനാണ് എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം? ഇത് അള്ളാഹു പരീക്ഷണമായിട്ടാണ്. അപ്പൊ പരീക്ഷിക്കാനാണെങ്കിൽ രണ്ടിനുള്ള ചോയ്സ് വേണം. അപ്പോ ഞാൻ അപ്പൊ അതുകൊണ്ടാണ് ഇമ്മാ ഷാക്കിറം ഇമ്മാ കഫൂറ, നന്ദിയുള്ളവനുമാകാം നിഷേധിയുമാകാം. ഇത് രണ്ടാവാനും തീരുമാനം എടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? മനുഷ്യനുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത് പരീക്ഷണാവുന്നത്. അപ്പൊ എൻ്റെ ഉമ്മന്റെ വളരെ ഞാൻ 4-ാം മാസത്തിൽ കിടക്കുമ്പോൾ തന്നെ എൻ്റെ കാര്യത്തിൽ തീരുമാനമായി നിൽക്കുക. ഞാൻ തീരുമാനിച്ചു നിൽക്കുക. അള്ളാഹ് തീരുമാനിച്ചു എന്ത്, ഞാൻ കാഫറാവണം. പിന്നെ എന്നോട് ആയത്ത് ഓതിയിട്ട് കാര്യമുണ്ടോ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് കഥ ഉണ്ടോ? അല്ലാന്ന് തീരുമാനിക്കുന്നില്ലല്ലോ അള്ളാഹു. അവിടെയാണ് ഞാൻ പറയണത്. അള്ളാഹു ഒരാളുടെ മേലും എന്താക്കുന്നില്ല, ഒരാളുടെ മേലും ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരാൾക്ക് കഴിയാത്തത് അള്ളാഹ് നിർബന്ധിക്കൂല. ഒരാളുടെ മേലും അള്ളാഹു ലലാലത്തും ഹിദായത്തും ഇങ്ങോട്ട് കെട്ടിയേൽപ്പിക്കുകയില്ല. അല്ലെങ്കിൽ നല്ല യഖീൻ ഉണ്ടാവണം. നിങ്ങൾ സന്മാർഗത്തിലാവുന്നതിന്റെ ഉത്തരവാദിത്വം 100% നിങ്ങൾക്കാണ്. നിങ്ങൾ ദലാലത്തിലാവുന്നതിന്റെ ഉത്തരവാദിത്വം 100% നിങ്ങൾക്കാണ്. ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ, ഒരാളുടെ ദലാലത്തിനും വേറെ ആൾ ഉത്തരവാദിയല്ല. ഓനെ കൊണ്ടായ അങ്ങനെ ആയതൊന്നും പറയണ്ടെന്നാണ് സൂറത്തുൽ ഇസ്രായേൽ അള്ളാഹു പ്രത്യേകം പറഞ്ഞു, ഓരോരുത്തരുടെയും ആക്കിബത്ത് അവനാന്റെ പെരടിയിലാണ്. നിങ്ങൾ വേറൊരുത്തന്റെ മേലിത് ചാരണ, ഞാൻ ഓനെ കൊണ്ട് എങ്ങനെ ആയത്, എൻ്റെ ഉമ്മയും അപ്പം എങ്ങനെ ആയതുകൊണ്ട് എങ്ങനെ ആയത്, ഇതൊന്നും പറയണ്ടാന്ന്. പിന്നെ എങ്ങനെയാ അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾ ചാർത്തി കൊടുക്കുന്നത്? അപ്പൊ അള്ളാഹു താല ഒരാളുടെ കാര്യത്തിലും ലലാലത്തും ഹിദായത്തും അടിച്ചേൽപ്പിക്കുകയില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആയതുകൊണ്ട്. പക്ഷെ അള്ളാഹ്ക്ക് അറിയാം മുഹമ്മദ് അലി എന്താവും. മനസ്സിലായോ? അള്ളാഹ്ക്ക് അറിയാം ഷിയാബ് എന്താവും. അത് അള്ളാന്റെ അറിവാണ്. അതിന് നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. പക്ഷെ അവിടാണ് ആ സംഗതികൾ വരുന്നത്. ആ ഒരു പ്രയോഗത്തെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഒരു ചെറിയ പോയിന്റ് കൂടി ഞാൻ പറയാം. അതെന്താന്ന് വെച്ചാൽ, അടിച്ചാൽ വേദനയാവുക, മുറിച്ചാൽ രക്തം വരിക, ഏതൊക്കെ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ പ്രകൃതി നിയമമാണ്. പ്രകൃതി നിയമത്തിന് സുന്നത്തുള്ള എന്നാണ് പറയാ. അള്ളാന്റെ നിയമമാണ്. ആ നിയമം അള്ളാഹ് ഉണ്ടാക്കി വെച്ചതാണ്. അത് അള്ളാഹ് തന്നെ തീരുമാനിച്ച്. അപ്പൊ കുത്തിയിട്ട് ചോര വന്നില്ലേ, അത് അള്ളാഹ് തീരുമാനിച്ചത് ശരിയാണ്. അത് സുന്നത്തുള്ള എന്ന് അതിന് പറയാം. അത് അള്ളാഹുവിന്റെ പ്രകൃതമാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാരിൽ പോലും ചില ആളുകൾ രക്തസാക്ഷികളായി മാറിയത്. അപ്പൊ അവിടെ ചെന്നപ്പോൾ കുത്തിയപ്പോൾ കുത്തുകൊള്ളാണ്ട് നിൽക്കണില്ല. മനസ്സിലായില്ലേ? അപ്പൊ അത് പ്രകൃതി നിയമമാണ്. ആ പ്രകൃതി നിയമം അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങള് നന്നായിട്ട് ഉതിർത്ത് ഔദൊക്കെ ചെല്ലിയിട്ട് വരണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ക്ലാസ്സിലേക്ക് വരണം എന്ന് പറയുന്നത്. എന്നാലാണ് ശരിക്കും കയറുള്ളൂ. കേട്ടോ? ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയോ? അൽഹംദുലില്ലാ. ഇതാണ് ഇത്രേ ഉള്ളൂ. ഓക്കെ. നമ്മൾ ചെറിയൊരു പരാതി അല്ലെങ്കിൽ ഒരു പരിഭവം ഉണ്ടായിരുന്നു. ക്ലാസ് ഏകപക്ഷീയമായി പോകുന്നു ഇപ്പോൾ അടുത്തായതിൻ്റെ ശേഷം. അതൊരു ചർച്ച നടക്കണില്ല എന്ന്. ഇപ്പോൾ അത് സമാധാനമായി. അൽഹംദുലില്ലാ. ചർച്ച
അതുകൊണ്ടാണ് ചർച്ച എടുക്കാറ്. ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ. ഒരു ചോദ്യം ലാസ്റ്റ് ചോദ്യം. നോമ്പും യാത്ര ഉണ്ടെങ്കിൽ മാറ്റി വെക്കാവുന്നതാണ്. അത് അള്ളാഹു തന്ന ഇളവാണ്. അതേസമയം ഒരാൾ നോമ്പ് നോൽക്കുകയാണെങ്കിൽ അത് അയാൾക്ക് മതി. അയാൾക്ക് പിന്നെ നോമ്പ് നോൽക്കേണ്ട കാര്യമില്ല. അയാൾക്ക് നോമ്പ് മതി. അതിൻ്റെ ഒരു പ്രായോഗിക വശം കൊണ്ടായിരിക്കും നിങ്ങൾ പറഞ്ഞ പ്രശ്നം ഒരുപാട് ഉണ്ടാകുന്നത്. അതെന്താന്ന് വെച്ചാലേ അള്ളാഹു തന്ന ഇളവുകൾ എടുക്കലാണ് നല്ലത് എന്ന നിലക്കാണ്. പക്ഷെ നോമ്പിന്റെ കാര്യത്തിലുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, റമദാനിൽ ഇപ്പൊ ഒരാൾ നോമ്പ് നോറ്റില്ലാന്ന് വിചാരിക്കുക, വീട്ടിലൊരു പാടാണ്. നിസ്കാരത്തിന്റെ വിഷയത്തില് ചുരുക്കിയാല് പിന്നത് നീർത്തേണ്ട കാര്യമല്ല. മനസ്സിലായില്ലേ? അപ്പോ യാത്രക്കാരനാവുമ്പോ നിസ്കാരം അങ്ങനെ ഉണ്ടല്ലോ, ഒരു എളുപ്പവും സൗകര്യവും. അള്ളാഹു എളുപ്പമാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാള് യാത്രയിലായിരിക്കെ നോമ്പെടുത്താൽ അതങ്ങോട്ട് കഴിഞ്ഞു, പിന്നെ ബാധ്യതയില്ല. സുഖാണ്. ഇത് പിന്നത്തേക്ക് വെക്കാറിഞ്ഞാല് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റമദാനിൽ അല്ലാത്തൊരു ദിവസം നോമ്പ് വെൽക്കണ അവസ്ഥ എന്താന്നുള്ളത്. അതാണ്, അതുകൊണ്ടാണത്. രണ്ടാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഉപകാരപ്രദമായ വിജ്ഞാനത്തെ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.